പാമ്പാണ്. കല്ലിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂ. ഹായ്, മെഗാബൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് കേരളത്തിലെ സ്വർഗ്ഗം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ നിന്ന് കൃത്യം ഒരു 57 കിലോമീറ്റർ മാറിയുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ്. ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ഈ സ്ഥലം എങ്ങനെ നിങ്ങളുടെ വൈബിനനുസരിച്ച് യൂസ് ചെയ്യാം എന്നുള്ളതും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കോട്ടയം ഇരാറ്റുപേട്ട പാലയിൽ നിന്ന് ഇല്ലിക്കൽ കല്ലിലേക്ക് പോകുന്ന ഒരു കുത്തനെയുള്ള കയറ്റത്തിൽ നിന്നുള്ള വ്യൂ പോയിൻ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നിന്ന് വണ്ടി നിർത്തി ഇറങ്ങുന്നതൊക്കെ ഇത്തിരി റിസ്ക് പിടിച്ചാണ്, കാരണം ഭയങ്കര കുത്തനെയുള്ള കയറ്റമാണ് ഇവിടെ. എങ്ങനെയുണ്ട് കയറ്റം? നല്ല കയറ്റമാണ്. ഇവിടുന്ന് ബ്രേക്ക് ചവിട്ട് നിർത്തിയാൽ പിന്നെ എങ്ങനെ കയറും എന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ വണ്ടി അങ്ങനെയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇനി ഇതെങ്ങനെ ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോകും നിങ്ങൾക്ക് വീഡിയോയിലൂടെ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. നല്ല കുത്തനെയുള്ള കയറ്റമാണ്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ജൂലൈ 2022 വരുന്ന വഴികളെല്ലാം വളരെ മോശമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയാനുള്ള കാര്യം. വരുന്ന ഏറ്റവും കുറച്ചുകൂടെ മുകളിലേക്ക് വരുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ്. ഈ റിസോർട്ടിനകത്ത് ട്രീ ഹൗസും അങ്ങനെയുള്ള സ്റ്റേയും സെറ്റപ്പൊക്കെയാണ്. കുറച്ചുകൂടെ കഴിയുമ്പം നമ്മൾ ഫ്യൂച്ചറിൽ ഈ ചാനലിൽ ഇതിൻ്റെയൊക്കെ റിവ്യൂ എടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് മുകളിലുള്ള വിഷയങ്ങളും ആ കയറുന്നതിന് അവിടുത്തെ ഫീയും അങ്ങനെയുള്ള കാര്യങ്ങളും നോക്കാം. ഇല്ലിക്കൽ കല്ലിൽ കയറുന്നതിനായിട്ട് ഒരു ഫീ നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. കയറുന്നതിനായി 20 രൂപയും ജീപ്പ് സഫാരിക്കായി 39 രൂപയും. ഈ ജീപ്പ് സഫാരി ഓപ്ഷനിലാണ്. നമുക്കല്ലെങ്കിൽ തന്നെ നടന്ന് മുകളിലേക്കൊരു 3 കിലോമീറ്റർ കയറേണ്ടതായിട്ട് വരും. ഓപ്ഷനിലായിട്ടാണ് ജീപ്പ് സഫാരി വെച്ചിരിക്കുന്നത്. നമുക്ക് പ്രൈവറ്റായിട്ട് വെഹിക്കിളൊന്നും മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഓപ്ഷനിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. ഒന്നുകിൽ നടന്ന് അല്ലെങ്കിൽ ജീപ്പ് സഫാരി യൂസ് ചെയ്യാം. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. എത്ര നേരം ഉണ്ട് ചേട്ടാ അവിടെ? 6 മണി വരെ നിൽക്കാം. ഇപ്പം കോടമഞ്ഞൊന്നും വരുന്നില്ല. ആയിരുന്നല്ലോ. കോടമഞ്ഞ്. ചേട്ടൻ തിരിച്ചു വരത്തില്ല നമ്മളെ ടോപ്പ്? ആ, അപ്പൊ ഇനി അവരിപ്പം കയറി വരുന്നോണ്ട് ഇതുപോലെ ചിലപ്പോ അവർ ഈ കൂടെ പിള്ളേർ ഈ കൂടെ ഇറങ്ങും. അപ്പൊ ഞങ്ങള് ടൈം കുറച്ച് നേരം നിന്ന് നോക്കാം. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടൻ ഇറങ്ങി വരത്തില്ല. തിരിച്ചു പോകുമ്പോ തന്നെ. ശരി, വീഡിയോ എടുത്തോണ്ട് ഞാനും വരാം. ഹലോ ഹലോ, ചിരിച്ചു കാണിച്ചേ. ചിരിച്ചു കാണിച്ച് ഹലോ. ഇവിടെ വന്ന് വ്യൂ ഒക്കെ പോകുന്ന വഴി ഭയങ്കര റിസ്ക്കാ. ഇവിടെ നീ ഇത് കണ്ടോ? കണ്ടേക്ക് കയറാമ്പോ അതിൽ ഇത്ര വന്നല്ലേ. ഞാൻ മിക്കവാറും വീഡിയോ ഇവിടെ വെച്ച് ഓഫ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി മുകളിൽ കയറിയിട്ട് എടുക്കത്തുള്ളൂ. കണ്ടോ, ഇതാണ് കയറിപ്പോകുന്ന വഴിയുടെ അവസ്ഥ. ഇത്രയും ടോപ്പിലോട്ട് പോകണം. അത് ക്യാമറ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന സേഫിലോട്ട്. പാമ്പാണ്. ഇപ്പം പറഞ്ഞു ഞാൻ പാമ്പിനെ ചവിട്ടി. അറിയത്തില്ല. ഇല്ലിക്കല്ലിൻ്റെ ഹിൽ ടോപ്പിന് മേളിൽ വന്നപ്പോ പാമ്പ് തന്നെയാണോ? ഈശ്വരാ,
സീനാണ്. കല്ലിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഫെൻസും കാര്യങ്ങളൊക്കെ വെച്ച് കെട്ടി. ഇപ്പം നമുക്കിനി ഇത് കൂടുതൽ പോകാനൊന്നും സാധിക്കത്തില്ല. നമുക്കിനി തിരിച്ചിറങ്ങാം. തിരിച്ചു ശരി എന്നാട്ടോ. ഇനി ചുമ്മാ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കറങ്ങി വെച്ചിട്ടങ്ങ് പോകണം. ശരി. ഇവിടെ ആയിരുന്നു പാമ്പല്ലേ. പണി കിട്ടി ഞങ്ങൾക്ക്. മേളിലോട്ട് ജീപ്പിനാ പോയെങ്കിലും തിരിച്ച് നടന്നു വരേണ്ടി വന്നു. അവർ 10 പേരില്ലാതെ തിരിച്ച് താഴേക്ക് കൊണ്ടുവിടത്തില്ലെന്ന് പറയുന്നത്. അതങ്ങനെയാണോ അതിൻ്റെ രീതിയെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ താഴെ അതിൻ്റെ ഫീ ഒക്കെ അടച്ചതാണ് തിരിച്ച് ജീപ്പിലോട്ട് കയറാൻ പറ്റുന്നത്. അതുകൊണ്ട് മെൽവിൻ ടയേർഡായിട്ട് ഇല്ലിക്കൽ കല്ലിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇല്ലിക്കൽ കല്ലിൻ്റെ മല നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഈ ചെറിയ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യുക. പുതിയ പുതിയ വീഡിയോസിന് വേണ്ടി തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നത് വരെ കട്ട്.